കല്ലെടുത്തെറിഞ്ഞിട്ടുള്ള പാടാണിത്. അത്ര പെട്ടെന്നൊന്നും അത് ബ്രേക്ക് ആവില്ല. നല്ല കട്ടിയിലാണ് ഐസ് ഫോം ആയിരിക്കുന്നത്. അടിയിൽ മൊത്തം വെള്ളമാണ്. എങ്ങാനും പൊട്ടിയ ടൈറ്റാനിക് ആവും എല്ലാവർക്കും. ഇതൊക്കെ അത്ര സേഫ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് അറ്റം വരെ ഇത് ക്രാക്ക് ആയിട്ട് കാണാം. ഈ ഐസ് ക്രാക്ക് ആയിട്ടുള്ളതാണ്. ഇവിടെ ഞങ്ങള് എല്ലാവരും കൂടി ഒന്ന് ചാടാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ ഐസ് ക്രാക്ക് ആയിരുന്നു എനിക്ക് കാണാം. ഞാൻ കാണിച്ചു തരാം. നമ്മള് പൊട്ടിച്ച ഐസ് ഇവിടെ പൊട്ടിച്ച് നമ്മളെല്ലാരും കുടിച്ചപ്പോ ഇവിടെ ഏതോ വിവരമില്ലാത്തവരെ കല്ലൊക്കെ എടുത്തെറിയുണ്ടായിരുന്നു. കല്ലൊക്കെ എടുത്തെറിഞ്ഞ് കുഴിയാക്കിട്ട് കാണാം. അത്ര പെട്ടെന്നൊന്നും പൊട്ടില്ലായിരിക്കും. എന്നാലും പെട്ടെന്നൊരു സൗണ്ട് കൂടി എല്ലാവരും കൂടി ഓടി നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാം. അത്ര സേഫ് അല്ല. നൈസാണ്. ഞാനിരിക്കുന്നതാണ് നമ്മുടെ ഐസി റിവർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇവിടെ ഒരു ടെമ്പറേച്ചർ ഒരു -10°C വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇതൊന്നും പൊട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇതിന്റെ കയറി പുറത്തിരിക്കുന്നു. എന്താണെന്നറിയില്ല, ആദ്യമായിട്ട് ലൈഫില് മഞ്ഞ് കണ്ടതിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ നമ്മള് ഒരു ടൈമെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസും കൂടിയാണ്. എപ്പോഴെങ്കിലും ജർമ്മനിയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ മിസ് ചെയ്യാത്തൊരു സ്പോട്ടാണ് ഐസി എന്ന് പറയുന്നത്. ഇത് സമ്മറിൽ കാണാനും ഭയങ്കര ഭംഗിയാണ്. അതുപോലെ തന്നെ വിന്ററില് വേറൊരു ബ്യൂട്ടിയാണ് അത് കാണാൻ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സിനിമയിലെ ഓരോ രംഗങ്ങളൊക്കെ ഓർമ്മ വരണം. മഞ്ഞുമലൊക്കെ പൊട്ടിയിട്ട് താഴെ പോണതൊക്കെ. പക്ഷെ നല്ല രസമുണ്ട്. എന്തോ ഒരു സ്പെഷ്യൽ ഫീലിംഗ്.